നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന ഡോക്ടർ ശശി തരൂർ എംപിയുടെ വിവാദ പ്രതികരണം അവഗണിക്കാൻ KPCC നേതൃത്വം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് തീരുമാനം. ഡോക്ടർ ശശി തരൂർ തുടർ നീക്കങ്ങൾ നടത്തിയാൽ AICC നേതൃത്വവുമായി കൂടിയാലോചിച്ച് നിലപാടെടുക്കും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്നലെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തന്നെ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കാത്തിടത്ത് പോകുന്ന പതിവില്ല എന്ന്. ഇപ്പോൾ കെ മുരളീധരൻ അല്പസമയം മുൻപ് പറഞ്ഞത് അദ്ദേഹം തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ക്ഷണിക്കാതെ പോയത് എന്നതൊക്കെയാണ്. ഏതായാലും ഇതും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണോ KPCC നേതൃത്വത്തിന്റെ തീരുമാനം? അനുജ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർത്തുന്ന പ്രശ്നം അവർക്ക് വലിയ തലവേദനയാണ്. മാത്രവുമല്ല, ഈ ശശി തരൂരിന്റെ BJP പ്രവേശനം എന്ന പ്രചാരണം അത് സജീവമായി നിലനിൽക്കുന്നുമുണ്ട്. അത് അണികൾക്കിടയിലടക്കം ചില ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് KPCC നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പകുതി പിന്നിട്ട ഇന്നലെ ഉച്ചയോടുകൂടി വളരെ പ്രധാനപ്പെട്ട വിവാദമായിട്ടുള്ളൊരു പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അക്കാര്യത്തിലെ പരാതി. എന്നാൽ ചില രേഖകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് കൈമാറിയ താരപ്രചാരുടെ പട്ടികയടക്കം പുറത്തുവിട്ടായിരുന്നു കോൺഗ്രസ് അക്കാര്യത്തെ പ്രതിരോധിക്കുകയും ചെയ്തത്. പക്ഷേ താൻ BJPയിലേക്കില്ല എന്നുള്ള ശശി തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ശശി തരൂരിനെ ഇനി എങ്ങനെ സംസ്ഥാന നേതൃത്വം സമീപിക്കും, ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിലവിലിപ്പോൾ ഈ പുതിയ വിവാദത്തിൽ, അതായത് പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വിവാദത്തിൽ പരസ്യ പ്രതികരണം നടത്തി ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഏതെങ്കിലും തരത്തിൽ ശശി തരൂർ തുടർ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ മാത്രം AICCയുടെ അറിവോടുകൂടി ഇക്കാര്യത്തിൽ തുടർ നിലപാടെടുക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്ന കാര്യം. മാത്രവുമല്ല, കർശനമായി പരസ്യ പ്രതികരണം, ശശി തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. നിലവിൽ ശശി തരൂർ ഈ വിഷയവുമായി ഉന്നയിച്ചിരിക്കുന്ന പരാതി അത് അവഗണിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ അത് മറുപടി നൽകേണ്ടതില്ല, പരസ്യ പ്രതികരണങ്ങൾ വേണ്ടതില്ല എന്നുള്ളതാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്.